ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുടെ പേരുകളും കാലയളവുകളൊക്കെയാണ്. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ കാണുന്നത് മന്ത്രിസഭ, മുഖ്യമന്ത്രിമാരുടെ ചിത്രങ്ങളും അവരുടെ പേര്, അവർ ഭരണം തുടങ്ങിയ തീയതിയും അവസാനിച്ച തീയതിയും, മൊത്തം എത്ര കാലയളവ് അവർ കേരളം ഭരിച്ചിരുന്നു എന്നതുമാണ്. കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യം വന്നത് രാഷ്ട്രപതി ഭരണമാണ്. രാഷ്ട്രപതി ഭരണം തുടങ്ങിയത് നവംബർ 1, 1956, അവസാനിച്ചത് ഏപ്രിൽ 5, 1957. മൊത്തം രാഷ്ട്രപതി ഭരണം നിലനിന്നത് 155 ദിവസങ്ങളാണ്. അടുത്തത് ഒന്നാം മന്ത്രിസഭയാണ്. EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് ഭരണത്തിൽ തുടക്കം കുറിച്ചത് ഏപ്രിൽ 5, 1957. ഭരണം അവസാനിച്ചത് ജൂലൈ 31, 1959. കാലയളവ് 2 വർഷങ്ങളും 117 ദിവസങ്ങളുമാണ്. അതിനുശേഷം വന്നത് രാഷ്ട്രപതി ഭരണമാണ്. രാഷ്ട്രപതി ഭരണം തുടങ്ങിയത് ജൂലൈ 31, 1959, അവസാനിച്ചത് ഫെബ്രുവരി 22, 1960. മൊത്തം കാലയളവ് 206 ദിവസങ്ങൾ. അടുത്തത് രണ്ടാം മന്ത്രിസഭയാണ്. PA താണുപിള്ളായി. PA താണുപിള്ളായി ഭരണം തുടങ്ങിയത് ഫെബ്രുവരി 22, 1960. ഭരണം അവസാനിച്ചത് സെപ്റ്റംബർ 26, 1962. മൊത്തം അദ്ദേഹം ഭരിച്ച കാലയളവ് 2 വർഷങ്ങളും 216 ദിവസങ്ങളുമാണ്. അടുത്ത മുഖ്യമന്ത്രി R. ശങ്കർ. ഭരണം തുടങ്ങിയത് സെപ്റ്റംബർ 26, 1962. ഭരണം അവസാനിച്ചത് സെപ്റ്റംബർ 10, 1964. മൊത്തം അദ്ദേഹം ഭരിച്ച കാലയളവ് 1 വർഷവും 350 ദിവസങ്ങളുമാണ്. പിന്നീട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണമാണ് നിലനിന്നത്. രാഷ്ട്രപതി ഭരണം തുടങ്ങിയത് സെപ്റ്റംബർ 10, 1964 മുതൽ മാർച്ച് 25, 1965 വരെ. വീണ്ടും രാഷ്ട്രപതി ഭരണം വന്നു. തുടങ്ങിയ തീയതി 25 മാർച്ച് 1965 മുതൽ മാർച്ച് 6, 1967. മൊത്തം കാലയളവ് 2 വർഷങ്ങൾ 177 ദിവസങ്ങൾ. അടുത്തത് മൂന്നാം മന്ത്രിസഭയാണ്. വീണ്ടും EMS നമ്പൂതിരിപ്പാടാണ് മുഖ്യമന്ത്രിയായി വന്നത്. EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം ഭരണത്തിൽ കയറിയ തീയതി മാർച്ച് 6, 1967. ഭരണം അവസാനിച്ചത് നവംബർ 1, 1969. മൊത്തം കാലയളവ് 2 വർഷങ്ങൾ 240 ദിവസങ്ങൾ. അടുത്ത മുഖ്യമന്ത്രി C. അച്യുതമേനോൻ. ഭരണം തുടങ്ങിയത് നവംബർ 1, 1969. ഭരണം അവസാനിച്ചത് ഓഗസ്റ്റ് 3, 1970. മൊത്തം ഭരണം നടത്തിയ ദിവസങ്ങൾ 275 ദിവസങ്ങൾ. അടുത്തതായി വീണ്ടും കേരളത്തിൽ രാഷ്ട്രപതി ഭരണമാണ് നിലവിൽ വന്നത്. വന്ന തീയതി ഓഗസ്റ്റ് 4, 1970. ഭരണം അവസാനിച്ചത് ഒക്ടോബർ 3, 1970. അങ്ങനെ മൊത്തം 60 ദിവസങ്ങൾ. അടുത്തത് നാലാം മന്ത്രിസഭയാണ്.
മുഖ്യമന്ത്രിയായത് സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ ഭരണം തുടങ്ങിയ തീയതി ഒക്ടോബർ 4, 1970. ഭരണം അവസാനിച്ചത് 25 മാർച്ച് 1977. മൊത്തം ഭരിച്ച ദിവസങ്ങൾ 6 വർഷങ്ങളും 172 ദിവസങ്ങളും. 5ാം മന്ത്രിസഭ. മുഖ്യമന്ത്രി കെ കരുണാകരൻ. കെ കരുണാകരൻ ഭരണം തുടങ്ങിയ തീയതി 25 മാർച്ച് 1977. ഭരണം അവസാനിച്ചത് 27 ഏപ്രിൽ 1977. മൊത്തം 33 ദിവസങ്ങൾ. അടുത്ത മുഖ്യമന്ത്രിയായത് AK ആന്റണി. AK ആന്റണി ഭരണം തുടങ്ങിയ തീയതി 27 ഏപ്രിൽ 1977. ഭരണം അവസാനിച്ചത് 29 ഒക്ടോബർ 1978. മൊത്തം കാലയളവ് 1 വർഷവും 185 ദിവസങ്ങളും. അടുത്തത് PK വാസുദേവൻ നായർ. PK വാസുദേവൻ നായർ ഭരണം തുടങ്ങിയ തീയതി 29 ഒക്ടോബർ 1978. ഭരണം അവസാനിച്ചത് 12 ഒക്ടോബർ 1979. മൊത്തം ഭരിച്ചത് 348 ദിവസങ്ങൾ. അടുത്തത് CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ ഭരണം തുടങ്ങിയ തീയതി 12 ഒക്ടോബർ 1979. ഭരണം അവസാനിച്ചത് 4 ഡിസംബർ 1979. മൊത്തം ഭരിച്ചത് 53 ദിവസങ്ങൾ. പിന്നീട് രാഷ്ട്രപതി ഭരണമാണ് കേരളത്തിൽ നിലവിൽ വന്നത്. ഭരണം തുടങ്ങിയത് ഡിസംബർ 5, 1979. ഭരണം അവസാനിച്ചത് 25 ജനുവരി 1980. മൊത്തം 51 ദിവസങ്ങൾ. അടുത്തത് 6ാം മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രിയായത് EK നായനാർ. EK നായനാർ 25 ജനുവരി 80 ഭരണത്തിൽ തുടങ്ങിയത്. ഭരണം അവസാനിച്ചത് 20 ഒക്ടോബർ 1981. മൊത്തം കാലയളവ് 1 വർഷം 268 ദിവസങ്ങൾ. വീണ്ടും രാഷ്ട്രപതി ഭരണമാണ് നിലവിൽ വന്നത്. ഭരണം തുടങ്ങിയത് 21 ഒക്ടോബർ 1981. രാഷ്ട്രപതി ഭരണം അവസാനിച്ചത് 28 ഡിസംബർ 1981. മൊത്തം 68 ദിവസങ്ങൾ. അടുത്ത മുഖ്യമന്ത്രി കെ കരുണാകരൻ. കെ കരുണാകരൻ ഭരണം തുടങ്ങിയത് 28 ഡിസംബർ 1981. ഭരണം അവസാനിച്ചത് 17 മാർച്ച് 1982. മൊത്തം 79 ദിവസങ്ങൾ. വീണ്ടും രാഷ്ട്രപതി ഭരണമാണ് നിലവിൽ വന്നത്. ഭരണം തുടങ്ങിയത് 17 മാർച്ച് 1982. ഭരണം അവസാനിച്ചത് 23 മെയ് 1982. മൊത്തം 67 ദിവസങ്ങൾ. അടുത്തത് 7ാം മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രി കെ കരുണാകരൻ. കെ കരുണാകരൻ ഭരണം തുടങ്ങിയത് 24 മെയ് 1982. ഭരണം അവസാനിച്ചത് 26 മാർച്ച് 1987. മൊത്തം ഭരിച്ച കാലയളവ് 4 വർഷങ്ങൾ 306 ദിവസങ്ങൾ. 8ാം മന്ത്രിസഭ. മുഖ്യമന്ത്രി EK നായനാർ. EK നായനാർ ഭരണം തുടങ്ങിയത് 26 മാർച്ച് 1987. ഭരണം അവസാനിച്ചത് 24 ജൂൺ
1991. മൊത്തം ഭരിച്ച കാലയളവ് 4 വർഷങ്ങൾ 90 ദിവസങ്ങൾ. 9ാം മന്ത്രിസഭ. മുഖ്യമന്ത്രി കെ കരുണാകരൻ. കരുണാകരൻ ഭരണം തുടങ്ങിയത് 24 ജൂൺ 1991. ഭരണം അവസാനിച്ച തീയതി 22 മാർച്ച് 1995. മൊത്തം ഭരിച്ച കാലയളവ് 3 വർഷങ്ങൾ 271 ദിവസങ്ങൾ. അടുത്തത് AK ആന്റണി. AK ആന്റണി ഭരണം തുടങ്ങിയ തീയതി 22 മാർച്ച് 1995. ഭരണം അവസാനിച്ച തീയതി 20 മെയ് 1996. മൊത്തം ഭരിച്ച കാലയളവ് 1 വർഷം 59 ദിവസങ്ങൾ. 10ാം മന്ത്രിസഭ. EK നായനാർ. EK നായനാർ ഭരണം തുടങ്ങിയ തീയതി 20 മെയ് 1996. ഭരണം അവസാനിച്ച തീയതി 17 മെയ് 2001. മൊത്തം ഭരിച്ച കാലയളവ് 4 വർഷങ്ങൾ 362 ദിവസങ്ങൾ. 11ാം മന്ത്രിസഭ. AK ആന്റണി. AK ആന്റണി ഭരണം തുടങ്ങിയ തീയതി 17 മെയ് 2001. ഭരണം അവസാനിച്ചത് 31 ഓഗസ്റ്റ് 2004. മൊത്തം ഭരിച്ച കാലയളവ് 3 വർഷങ്ങൾ 106 ദിവസങ്ങൾ. അടുത്തത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഭരണം തുടങ്ങിയത് 31 ഓഗസ്റ്റ് 2004. ഭരണം അവസാനിച്ച തീയതി 18 മെയ് 2006. മൊത്തം ഭരിച്ച കാലയളവ് 1 വർഷം 260 ദിവസങ്ങൾ. അടുത്തത് 12ാം മന്ത്രിസഭ. മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ ഭരണം തുടങ്ങിയ തീയതി 18 മെയ് 2006. ഭരണം അവസാനിച്ചത് 18 മെയ് 2011. മൊത്തം ഭരിച്ച കാലയളവ് കൃത്യം 5 വർഷങ്ങളാണ്. 13ാം മന്ത്രിസഭ. ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഭരണം തുടങ്ങിയത് 18 മെയ് 2011. ഭരണം അവസാനിച്ചത് 25 മെയ് 2016. മൊത്തം ഭരിച്ച കാലയളവ് 5 വർഷങ്ങൾ 7 ദിവസങ്ങൾ. 14ാം മന്ത്രിസഭ. പിണറായി വിജയൻ. പിണറായി വിജയൻ ഭരണം തുടങ്ങിയ തീയതി 25 മെയ് 2016. ഭരണം അവസാനിച്ചത് 19 മെയ് 2021. 15ാം മന്ത്രിസഭ. പിണറായി വിജയൻ ഭരണം തുടങ്ങിയത് 20 മെയ് 2021. ഭരണം അവസാനിച്ച തീയതി 4 മെയ് 2026. മൊത്തം ഭരിച്ച കാലയളവ് 9 വർഷങ്ങൾ 347 ദിവസങ്ങൾ. 16ാം മന്ത്രിസഭ. VD സതീശൻ. VT സതീശൻ ഭരണം തുടങ്ങിയ തീയതി മെയ് 18, 2026. നിലവിൽ കേരള മുഖ്യമന്ത്രിയാണ്. Thank you for watching.